ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് SSLC ഫുൾ എ പ്ലസ് സ്ട്രാറ്റജി വീഡിയോ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എങ്ങനെയാണ് പഠന രീതി വേണ്ടത്, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഏത് രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം, ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയാം. എസ്പെഷ്യലി പുതിയ സിലബസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ടഫായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെ എങ്ങനെ പഠിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ കേൾക്കുക. നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഒട്ടും വഴിയിപ്പിക്കേണ്ട വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നായിരിക്കും, ഫുൾ എ പ്ലസ് കിട്ടാൻ വേണ്ടി ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ഫുൾ എ പ്ലസ് കിട്ടുക അല്ലെങ്കിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തെടുക്കുക എന്നുള്ളത് അത്രയ്ക്ക് ചെറിയ കാര്യമല്ല. അത് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടി ഹൈ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ വരാനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് ആദ്യം മുതലേ പഠിച്ചാൽ തന്നെയാണ് ഫുൾ എ പ്ലസ് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ പറയാൻ പോകുന്നത് കെമിസ്ട്രിയിലെ തന്നെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ്. ഇത്തവണ തൊട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു അതിന് 2 ചാപ്റ്റേഴ്സ്. ഇത്തവണത്തെ ചാപ്റ്റേഴ്സ് ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ പോലും ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി നോക്കുന്ന സമയത്ത് നമ്മൾ 9th ഓർഗാനിക് കെമിസ്ട്രിയിലാണ് പഠിച്ചിട്ടുള്ളത്. 9th അവസാനമായിട്ട് 1-2 പേജിലായിട്ട് ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അത്ര തന്നെയുള്ളൂ. അതിന് വലിയ ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കുന്നില്ല. പക്ഷേ 10th തൊട്ടിട്ട് +1 +2 അങ്ങോട്ട് നല്ല രീതിയിൽ വൈഡ് റേഞ്ചിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്രത്യേകത നോക്കുന്ന സമയത്ത് ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് നല്ല ടഫ്നെസ് അനുഭവപ്പെടുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ പഠിച്ചെത്തിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ അത് പഠിക്കേണ്ട രീതി ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ചിരിക്കണം, പഠിച്ച് തീർക്കണം എന്നുള്ള കാര്യം. അങ്ങനെയുള്ള ഒരു മൈൻഡോട് കൂടി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓർഗാനിക് സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രി. ആൻഡ് ദ മെയിൻ തിങ് ഈസ് കൺസിസ്റ്റൻസി. ഈ ഒരു കാര്യം ഓർഗാനിക് കെമിസ്ട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടില്ലെങ്കിൽ പിന്നീട് അതൊരു വലിയ ബേർഡനായിട്ട് നിങ്ങൾക്ക് തോന്നും. നെക്സ്റ്റ് വൺ ഇംഗ്ലീഷ് ഗ്രാമറാണ്. ഇംഗ്ലീഷ് ഗ്രാമറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിൽ. കാരണം ഇറ്റ് വിൽ ഡിസൈഡ് യുവർ മാർക്ക് ആൻഡ് ഗ്രേഡ് ഇൻ യുവർ ബോർഡ് എക്സാം. ബോർഡ് എക്സാമിൽ നിങ്ങളുടെ ഗ്രേഡ് അല്ലെങ്കിൽ മാർക്ക് എന്താ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഒന്നാണ് ഇംഗ്ലീഷ് ഗ്രാമർ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഗ്രാമറിൽ മാർക്ക് പോയതുകൊണ്ടായിരിക്കും A+ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു A+ ഡിസൈഡ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷുവറായിട്ടും ഗ്രാമർ വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് തന്നെ പഠിച്ചു പോകണം. റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ടിങ് വേണം. എഡിറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കണം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫിസിക്സിനെ കുറിച്ചിട്ടാണ്. ഫിസിക്സ് നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് വലിയ ഭീകരമായിട്ട് സബ്ജക്റ്റ് ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം, A+ സ്കോർ ചെയ്യാം. എന്നാൽ ഏറ്റവും പെട്ടെന്ന് A+ കളയാവുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ്. കാരണം ന്യൂമറിക്കൽസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 4 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ന്യൂമറിക്കൽസ് വന്നു കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്സിനൊക്കെ മാർക്കുകൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. മിറേഴ്സിൻ്റെ ഒക്കെ പാഠം പഠിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും അതിൽ കൺഫ്യൂഷനുള്ള ഇക്വേഷൻസ് വരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഇക്വേഷൻസ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ആണ്. കുറച്ച് ലോസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാമിനെ ടാക്കിൾ ചെയ്യാം. നെക്സ്റ്റ് വൺ മാത്സ് ആണ്. മാത്സ് കുറച്ച് ക്രൂഷ്യലായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. മാർക്കും A+ ഒക്കെ പോകാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. പ്രാക്ടീസ് ചെയ്താൽ മാത്രം തന്നെയാണ് മാത്സിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഓരോ ഇക്വേഷൻസും കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലത് മനസ്സിലാക്കി പഠിക്കാം. അതിലത്തെ ഓരോ ടേംസും എന്തിനാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലവരും മിസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാതെ ആൻസർ ചെയ്യുക എന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോയിൻ്റ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻസർ ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ അവരെങ്ങനെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ ട്വിസ്റ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക, വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലംസിനെ ആൻസർ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് കിട്ടുക, നിങ്ങളുടെ സിലബസ് മാറിയല്ലോ എന്ന്. അങ്ങനെയല്ല, നിങ്ങളുടെ സിലബസ് മുഴുവനായിട്ട് മാറാൻ സാധ്യതയില്ല. കുറേ പഴയ ചാപ്റ്റേഴ്സ് അതിൽ തന്നെ ഉണ്ടായിരിക്കും. പഴയ കുറേ കോൺസെപ്റ്റ് പഠിക്കാനുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും. അപ്പോൾ ആ കോൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
ഇനി ഞാൻ പറയാൻ പോകുന്നത് ബയോളജിയെ കുറിച്ചിട്ടാണ്. ബയോളജി ഇത്രയേ ഉള്ളൂ, നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് പഠിക്കാം. വേറൊരു ബുക്കിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് മാത്രം നിങ്ങളുടെ കയ്യിൽ മതി. ടെക്സ്റ്റ് കൃത്യമായ രീതിയിൽ ഓരോ വരികളും വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ബയോളജി വളരെ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്. ബയോളജി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരിക്കലും നമ്മൾ അത് കാണാപ്പാഠം പഠിക്കരുത്. നമ്മൾ നമ്മുടെ വേർഡ്സിൽ എക്സാമിന് എഴുതിയ ആ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടും. ലാംഗ്വേജസ് പഠിക്കാനുള്ള ഒരു വഴി ആകെ ഉള്ളത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. കാണാപ്പാഠം പഠിക്കുന്നേക്കാൾ നല്ലത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാണാപ്പാഠം പഠിക്കാം, പക്ഷേ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ കോൺസെപ്റ്റും ഓരോ വരികളുടെ അർത്ഥങ്ങളും മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഈ രീതിയിലുള്ള സ്റ്റഡി ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അണ്ടിൽ ദെൻ ബൈ.